അകാലത്തിൽ അന്തരിച്ച മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ AV മുകേഷിന്റെ പുസ്തകം അതിജീവിതം പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാറിൽ നിന്നും മുകേഷിന്റെ അമ്മ AV ദേവിയും ഭാര്യ ടിഷ മുകേഷും ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി. പട്ടിണി മഹാമാരി പോലെ പടർന്നു പിടിച്ച ബീഹാറിലെ എലിയെ തിന്നു ജീവിക്കുന്ന ഗ്രാമങ്ങൾ, എൻഡോസൾഫാൻ വിഷമഴ പെയ്ത കാസർകോട്ടെ ദുരിതഭൂമികൾ, ക്രൂരമായ ബലാത്സംഗത്തിനിരയായ ഹത്രസിലെ പെൺകുട്ടിയുടെ കരൾ തകർക്കുന്ന കഥകൾ, ഒപ്പം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുടെ, നമ്മുടെ പതിവ് കാഴ്ചകളിൽ കണ്ടുമറയുന്ന മനുഷ്യരുടെ വേദനകളിലൂടെ സഞ്ചരിച്ച് മുകേഷ് തയ്യാറാക്കിയ യാഥാർത്ഥ്യങ്ങളാണ് അതിജീവിത എന്ന പുസ്തകത്തിലുള്ളത്. കാട്ടാനയുടെ ആക്രമണത്തിൽ അകാലത്തിൽ പൊലിഞ്ഞുപോയ AV മുകേഷിന്റെ ഓർമ്മകൾ വിതുമ്പി നിന്ന ചടങ്ങിനാണ് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് ഹാൾ സാക്ഷ്യം വഹിച്ചത്. ചടങ്ങിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാറിൽ നിന്നും മുകേഷിന്റെ അമ്മ AV ദേവിയും ഭാര്യ ടിഷ മുകേഷും ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി. മാതൃഭൂമി.com-ൽ പ്രസിദ്ധീകരിച്ച 100-ലധികം കുറിപ്പുകളിൽ നിന്നും തെരഞ്ഞെടുത്താണ് മാതൃഭൂമി ബുക്സ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. നിരാലംബരായ മനുഷ്യരെക്കുറിച്ചുള്ള എഴുത്താണ് മുകേഷിന്റെ പുസ്തകത്തിലുള്ളതെന്ന് MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. അദ്ദേഹം വാർത്തയെടുക്കാൻ പോകുമ്പോൾ ഒരു ക്യാമറാമാന്റെ ജോലി മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് തനിക്ക് സമൂഹത്തോട് ഉത്തരവാദിത്തമുണ്ട് എന്നതും അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു എന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. ഇങ്ങനെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ ആണ് മാധ്യമപ്രവർത്തനം നടത്തേണ്ടത്. മറ്റുള്ള കാര്യങ്ങളൊപ്പം തന്നെ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് 100-ലധികം അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്. ചടങ്ങിൽ എഡിറ്റർ മാതൃഭൂമി ന്യൂസ് രാജീവ് ദേവരാജ്, കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, സീനിയർ മാനേജർ മാതൃഭൂമി ബുക്സ് K നൌഷാദ്, മാതൃഭൂമി ന്യൂസ് സീനിയർ റിപ്പോർട്ടർ അനൂപ് ദാസ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.